ബാജിറാവു രണ്ടാമൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന പാണ്ഡുരംഗ പന്തിൻ്റെയും രുക്മാബായിയുടെയും 8 മക്കളിൽ രണ്ടാമനായി നാസിക്കിനടുത്ത യവാല എന്ന സ്ഥലത്ത് 1814 ജനിച്ച രാമചന്ദ്ര പാണ്ഡുരംഗ് യവലേക്കറാണ് പിന്നീട് താന്തിയ തോപ്പിയായി മാറിയത്. രാമചന്ദ്രയെ താന്തിയ, മറാഠിയിൽ പ്രിയപ്പെട്ടവൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. രാമചന്ദ്രയുടെ കഴിവുകളിൽ സംപ്രീതനായ ബാജിറാവു രത്നങ്ങൾ പതിച്ച ഒരു തൊപ്പി സമ്മാനിക്കുകയും ആ തൊപ്പി അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശിരോലങ്കാരമായി മാറുകയും ചെയ്തു. താന്തിയ എന്നതിനൊപ്പം ടോപ്പിയുമായപ്പോൾ രാമചന്ദ്ര താന്തിയ തോപ്പി ആയി മാറി. ആയോധന കലയിൽ പ്രാവീണ്യം നേടിയ തോപ്പെ നാനായോടൊപ്പം ഇംഗ്ലീഷുകാർക്കെതിരെ സമർത്ഥമായ നീക്കങ്ങളാണ് നടത്തിയത്. ഇംഗ്ലീഷുകാരാൽ അപമാനിതനായ നാനായുടെ ഈ ഉറ്റതോഴൻ അസിമുള്ള ഖാനോടൊപ്പം നാടുചുറ്റി ജനങ്ങളെ സംഘടിപ്പിച്ചു. കലാപങ്ങൾക്കിടയിൽ തോപ്പെ നടത്തിയ ഗറില്ല ആക്രമണങ്ങൾ ഇംഗ്ലണ്ടിലെ ഭരണകൂടത്തെപ്പോലും ഞെട്ടിച്ചു. പ്രിയ സുഹൃത്ത് മാൻസിംഗ് ഒറ്റുകൊടുത്ത ശേഷം മധ്യപ്രദേശിലെ ശിവപുരി പട്ടണത്തിൽ നടന്ന വിചാരണയെ അക്ഷോഭ്യനായിട്ടാണ് തോപ്പി നേരിട്ടത്. അദ്ദേഹം തൻ്റെ ദിനസരിക്കുറിപ്പുകൾ ഇംഗ്ലീഷുകാർക്ക് കൈമാറുകയും ചെയ്തു. 1859 ഏപ്രിൽ 1 വൈകുന്നേരം 4 മണിക്ക് വൻ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയത്. കഴുമരത്തിലേക്ക് നിർഭയം നടന്നു നീങ്ങിയ താന്തിയ തോപ്പി തൻ്റെ കൈകാലുകൾ ബന്ധിക്കാനൊരുങ്ങിയ ആരാച്ചാരോട് ഈ ചടങ്ങുകൾ അനാവശ്യമാണ് എന്ന് പറഞ്ഞ ശേഷം കുരുക്ക് സ്വയം കഴുത്തിലിട്ട് വീരമൃത്യു വരിച്ചു.